നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, ആ പരിപ്പും പയറൊന്നും ഇവിടുത്തെ കാലത്തിൽ വേവത്തില്ല. അമ്മേ, നീ മിണ്ടരുത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇവളോടാ. അവൾ ഒട്ടി ഒട്ടി നിന്ന് പറ്റിക്കാൻ നോക്കുന്നു. മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനോട് പാതിരാത്രി വന്ന് സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ? ഓ, തുടങ്ങി റെഡിമെയ്ഡ് മുതലക്കണ്ണീര്. ബിസിനസ് തുടങ്ങാൻ കാശ് എന്റെ മകൻ കൊടുക്കാമെന്ന് എന്ന് വെച്ചാ ചെമ്പകമംഗലത്തുകാരുടെ സ്വത്തെന്നത് സർവാണി സദ്യയല്ലേ? ഞാൻ എന്ത് ആത്മാർത്ഥത കാണിച്ചാലും അതിവിടെ എല്ലാരും തെറ്റിദ്ധരിക്കുവാണല്ലോ ദൈവമേ. എന്തോ എങ്ങനെ ആത്മാർത്ഥത നിനക്ക്? എന്റെ കൃഷ്ണ, നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്റെ ഭഗവാനെ? നീ എന്റെ മകനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. 10 പൈസ അവന്റെ കയ്യിൽ നിന്ന് നീ കിട്ടുമെന്ന് വിചാരിക്കണ്ട. പാതിരാത്രിക്ക് അവളുടെ ഒരു ചംചാരം. കാർത്തി എനിക്കിനി എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാ. എന്റെ അമ്മോ, ബെസ്റ്റ് ഫ്രണ്ട്. എന്തൊക്കെ കേക്കണം ദൈവമേ ഈ ജന്മത്തില്. ഭർത്താവിനെ ഇങ്ങനെ തന്നിഷ്ടത്തിന് മേയാൻ വിട്ടിട്ട് നീ എവിടെ നടക്കുവാടി? ECPക്ക് ഒത്തിരി ഫയൽ നോക്കാനുണ്ടമ്മേ. മുറിയിലിരുന്ന് നോക്കിയാൽ കുഞ്ഞുറങ്ങത്തില്ലാന്ന് കരുതി ഞാൻ ICPയോട് ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞേ. മീനാക്ഷി എന്നെ രക്ഷിച്ചല്ലോ. അതെ, ഫയൽ നോട്ടൊക്കെ അവനവന്റെ മുറിയിലിരുന്ന് മതി. മനസ്സിലായോ? എന്താണ് നോക്കി നിൽക്കുന്നേ? കയറി പോടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകുന്ന കാലമാ. നിന്റെ വളർത്തമ്മയോട് ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ നിന്നോട് ഞാൻ പറയുന്നു. ആ മൈഥിലി ഇതിനകത്ത് കയറിയിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതികളോടെയാ. അവളൊരു പിശാജ്. എന്റെ മോളിനി കാർത്തിയെ നിന്റെ മുറിയിന്ന് പുറത്തേക്കൊന്നും വിടണ്ട. ഭർത്താവിനെ നോക്കേണ്ടത് നിന്റെ കടമേ. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. നിന്നെ ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അന്ന് ഞാൻ ദുഷ്ടയായ ഒരു അമ്മായിയമ്മയായിരുന്നു. ഇന്ന് നീ എനിക്ക് എന്റെ മോള്, എന്റെ ഏട്ടന്റെ മോള്. എനിക്കും എന്റെ മോള് തന്നെ. അമ്മായി, എനിക്ക് മാപ്പ് തരണം. നിനക്ക് ഞാനീ ചെമ്പകമംഗലത്തിന് മാപ്പ് തരാം. താങ്ക് യു. അപ്പോ നമ്മൾ തമ്മിലുള്ള ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു. ചെമ്പകമംഗലത്ത്
ഒരു ഈച്ചയോ പൂച്ചയോ അനങ്ങിയ ആ വിവരം അപ്പൊ ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കും. മോളെ സാവിത്രി, ഇനി എനിക്ക് മരിച്ചാ മതി. അമ്മ എന്നെ സ്നേഹത്തോടെ മോളെന്ന് വിളിച്ചല്ലോ. അതിനെന്തിനാ സാവിത്രി കരയുന്നത്? എനിക്ക് അങ്ങനെ നന്ദിനി അടുത്തി ഒത്തിരി സങ്കടം വന്നാലും ഒത്തിരി സന്തോഷം വന്നാലും കരച്ചിൽ വരും. എന്റെ മകളെ ഓർത്ത് എനിക്കിപ്പോഴാ അഭിമാനം. എന്റെ അമ്മയ്ക്ക് അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഒത്തിരി ഞാനായിട്ട് നഷ്ടപ്പെടുത്തി. അത് ഓർക്കുമ്പോഴും എനിക്ക് കരച്ചിൽ വരിക. ഇനി നീ കരയണ്ട. ഇന്നലെ രാത്രിയില് കാർത്തിക്കിന്റെ അടുത്ത് വന്നിരുന്ന മൈഥിലിയെ നീ ശരിക്കും പൊരിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു. അവളവനെ കറക്കി വീഴ്ത്താൻ നോക്കുക. ആ, ഇവള് ബിസിനസ്സിലേക്ക് തിരിയുന്നു. അതിനുള്ള പണം കാർത്തി മുടക്കാമെന്ന്. തരികിടയോടെ തരികിട. ഞാൻ അതങ്ങോട്ട് പൊളിച്ചു. പിന്നെ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ അവളുടെ ഉടായിപ്പ്. അവള് മുതല കുഞ്ഞിനെയല്ലേ നീന്തൽ പഠിപ്പിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരമ്മയും അതിലും നല്ലൊരു അമ്മായി അമ്മയായി നീ മാറി. എന്റെ മോക്ക് അമ്മയുടെ അഭിനന്ദനങ്ങൾ. കൂടെ എന്റെയും കൂടെ ഒരു കൺഗ്രാറ്റ്സ്. മീനാക്ഷി കാർത്തിയെ വല്ലാതെ മാറ്റിയെടുത്തത്. അവന്റെ മൊരടൻ സ്വഭാവമൊക്കെ പോയി വളരെ നല്ലവനായി മാറിയതായിരുന്നു. വാസ്തവത്തില് അവര് രണ്ടുപേരും വളരെ സ്നേഹത്തോടെ മാതൃകാ ദമ്പതികളായി ജീവിക്കാൻ തുടങ്ങിയതാ. അപ്പോഴല്ലേ ഈ അപശകുനം പിടിച്ചവള് വന്നത്. മഹാമാരണം. അല്ല മോളെ, എനിക്കൊരു സംശയം. എന്താമേ? അല്ല, നമ്മുടെ കാർത്തിക്കിന് ഇപ്പോഴും ആ വൃത്തികെട്ടവളോട് വല്ല പ്രേമോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. അതൊക്കെ മുത്തശ്ശിയുടെ വെറും തോന്നല. ACP മുത്തശ്ശിയുടെ കൊച്ചുമോനും ദേ ഇവരുടെ രണ്ടുപേരുടെയും മകനോ. പക്ഷെ ACPയുടെ മനസ്സെന്താണെന്ന് കൃത്യമായിട്ട് എനിക്കേ അറിയൂ. ആ കണ്ടോ കൊച്ചുമകള് നമ്മളെ എല്ലാവരെയും കടത്തി വെട്ടിയമ്മേ. ഞാൻ പറഞ്ഞ സത്യ. ACPക്ക് അവളോടുള്ളത് വെറും സഹതാപം മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.